IT നഗരമായ കഴക്കൂട്ടത്ത് നാടൻ കൃഷി ഇറക്കി 100 മേനി കൊയ്ത് കഴക്കൂട്ടം സ്വദേശി ജയൻ AS. രാസവളങ്ങളൊന്നും പ്രയോഗിക്കാതെയുള്ള വളപ്രയോഗത്തിലൂടെ വിളഞ്ഞ വള്ളിപ്പയർ, വെള്ളരി, ചീര എന്നിവ അടങ്ങിയ കൃഷി ഇപ്പോൾ കഴക്കൂട്ടത്ത് സൂപ്പർ ഹിറ്റ്. കഠിനംകുളം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ഈ 100 മേനി വിളഞ്ഞത്. ജയൻ തയ്യാറാക്കിയ കൃഷിയിടം കാണുവാൻ 100 കണക്കിന് ആൾക്കാരാണ് പറഞ്ഞും കേട്ടും എത്തുന്നത്. തണ്ണിമത്തൻ കൃഷിക്കും ഇദ്ദേഹം തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിപ്പം കൃഷി തുടങ്ങിയിട്ട് ഇപ്പം 3 മാസമേ ആവുള്ളൂ. 3 മാസമായി, 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ആ ഒരു പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പം കൃഷി കണ്ട് മനസ്സിലാക്കിയതേ ഉള്ളൂ, ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പ്രോപ്പർട്ടിയാണിത്. ഏകദേശം 2.25 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്യാം എന്ന് പുള്ളിക്കാരനും കൂടെ പറഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. നല്ല ചാണകം, കോഴിയുടെ കാഷ്ടം, പിന്നെ ചാമ്പൽ, ഇത് കൂടാതെ ഈ പച്ചിലയിൽ നിന്നെടുക്കുന്ന വളമുണ്ട്. അതായത് പിന്നെ കുറേ പച്ചില കുറച്ച് വലിയൊരു ടാങ്കുണ്ട്, അതിനകത്തിട്ടിട്ട് അതിനകത്ത് പച്ച ചാണകം കലക്കി ഒഴിക്കും, പിന്നെ കഞ്ഞിവെള്ളം ഒഴിക്കും. അതിൻ്റെ കൂടെ 5 കിലോ കടലപ്പിണ്ണാക്കിടും. അപ്പോൾ അതൊരു 7 ദിവസം കഴിയുമ്പോൾ നല്ല അഴുകി, ഭയങ്കര സ്മെല്ലായിരിക്കും, അഴുകി ഇങ്ങനെ വരും. അപ്പോൾ അതിന് 1 മഗ്ഗിന് 10 മഗ്ഗ് വെള്ളം അങ്ങനെ ചേർത്തിട്ടാണ് ഡൈല്യൂട്ട് ചെയ്തതിലൊക്കെ ഒഴിക്കുന്നത്. ആഴ്ചയിൽ 1 പ്രാവശ്യം ഒഴിക്കും. അപ്പോഴേക്കും നല്ല പുഷ്ടിയോടത് വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്താണ്. ശരിയാണ്, അങ്ങനെ തന്നെയാണ് ഇത് വരുന്നതും. അതിലൊന്നും വേറെ ഒരു കുഴപ്പമില്ല. വേറെ മരുന്നൊന്നും അടിക്കില്ല. പുകയില കഷായം, പുകയില വെള്ളത്തിലിട്ട് അതിന് 1 മാസത്തോളം ഇട്ടതിന് ശേഷം ഇഞ്ചിയും കൂടെ വെളുത്തുള്ളി ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്താണ് ഇതിൽ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പിന്നെ ഈ മുഞ്ഞ പോലുള്ള അങ്ങനെയുള്ളതൊന്നുമില്ല. നമ്മുടെ ഈ പ്രദേശത്തും കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ജീവികളൊന്നും ഇവിടെ ഇല്ല, കാണാൻ കഴിയുന്നില്ല. സാധാരണ ഇതുപോലുള്ള കൃഷികളെല്ലാം ഈ മലമ്പ്രദേശത്തൊക്കെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതെ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മണലേരി, കാര്യം കടലിനടുത്താണ്, എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യം? അല്ല, തിരഞ്ഞെടുത്തല്ല, ഇതൊരു പരീക്ഷണമാണ്. നമ്മുടെ ഈ മണ്ണിലും ഇതുണ്ടാകും, എല്ലാ കൃഷിയും ഉണ്ടാകും. കാരണം എൻ്റെ ഓർമ്മ വെച്ച കാലത്തൊന്നും ഇവിടെ റോഡ് പോലും ഇല്ല. അപ്പോൾ അന്നൊക്കെ ചക്ക മാങ്ങയെന്ന് പറയുന്നത് ഈ പോത്തങ്കോട് ഭാഗത്തൊക്കെ പോയിട്ടാണ് ഞങ്ങൾ വാങ്ങിയിട്ട് വരുന്നത്. പഞ്ചായത്തിൻ്റെ അധികൃതർ ആരെങ്കിലും ഇവിടെ സന്ദർശിക്കുകയോ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകുകയോ? ഇല്ല, അവരാരും ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ വാർഡ് മെമ്പറാണ് ശ്രീ ലെനിൻ ലാൽ, അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം. അദ്ദേഹത്തെ അറിയിക്കേണ്ട നമ്മുടെ കടമ കൂടിയല്ലേ? അതെ, തീർച്ചയായിട്ടും അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് ഈ വളങ്ങൾ പോലുള്ളതൊക്കെ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അതെ. അപ്പോൾ അത് ഞാനൊന്ന് ശ്രമിക്കുന്നുണ്ട്. നമ്മളെ മക്കളെ ഇത് പഠിപ്പിക്കുക. അവർക്കറിയില്ല ഇപ്പോഴിങ്ങനെയൊക്കെ ഉണ്ട്, നെൽകൃഷി പോലും ഉണ്ടെന്നതായിട്ട് അവർക്കറിയില്ല. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, അവർ കഴിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കൃഷി ചെയ്തെടുക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെന്ന് അവരറിയണം. അപ്പോൾ അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള രക്ഷകർത്താക്കളായിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളെ കൊണ്ട് കാണിക്കുക, ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അവരുടെ മനസ്സിൽ ഇതിനെ വളർത്തിയെടുക്കുക. പഠനത്തോടുകൂടി കൃഷിയും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഇതിൻ്റെ വിൽപ്പനയല്ല എങ്ങനെയാണ്? വിൽപ്പന ഇത് പയർ ഒന്നിടവിട്ടാണ് നടക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 15 കിലോളം പയർ ഒന്നിടവിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ എടുക്കാനായിട്ട് മാർക്കറ്റിൽ ആളുണ്ട്. കാരണം നമ്മുടെ നാടൻ കൃഷി ആയതുകൊണ്ട് ഇതിന് മാർക്കറ്റ് കൂടുതലാണ്. ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ എനിക്ക് 1 കിലോയ്ക്ക് 100 രൂപ വെച്ച് കിട്ടും. അവർ 120 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കുടുംബാംഗങ്ങളെ കുറിച്ച്? വീട്ടിലെ ഭാര്യ, 2 ആൺമക്കളാണ്. അതിൽ ഇളയാൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആറ്റിക്കൽ ITIയിലാണ്. പിന്നെ മൂത്ത ആൾ പഠിത്തം കഴിഞ്ഞു, ഇപ്പം വീട്ടിൽ ചെറിയൊരു ജോലിയായിട്ട് പോവുകയാണ്. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും കൃഷി ലാഭകരമാണെന്ന് ഈ കർഷകൻ പറയുന്നു. വേനലും നോമ്പ് കാലവും ലക്ഷ്യമിട്ടായിരുന്നു വിത്തിറക്കിയത്. വിഷുക്കാലത്ത് തന്നെ വിളവെടുപ്പ് നടന്നതിൽ അഭിമാനമുണ്ടെന്നും അടുത്തുള്ള സ്കൂളുകളിൽ നിന്നും അംഗൻവാടികളിൽ നിന്നും കുഞ്ഞുങ്ങളെ തന്റെ കൃഷിയിടം കാണാൻ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്യുന്നു. ജേണൽ ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.